അത് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം നിലനിൽക്കണമെങ്കിൽ നമ്മളും അതിലൊരു ഭാഗവാക്കാണെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളെല്ലാവരും അവിടെ നടന്നു പോകുന്നത്. സന്തോഷം തോന്നുന്നത് ഇതിന് ഭാഗമാകാൻ പറ്റിയത്. പ്രതിഷേധത്തിലൊക്കെ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മളും ഇതിന്റെ ഭാഗമാണ്, നമുക്കും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ സമരം നടക്കുന്നത്. അപ്പോൾ നമ്മളും അതിന്റെ ഭാഗമാവണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു മോഡ് ഓഫ് ഡ്യൂട്ടിയാണ്. അത് നമ്മൾ പങ്കാളികളാവുക തന്നെ വേണം. ജന്തർ മന്ദിറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ വീണ്ടും മലയാളി സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ നിന്നാണ് നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നിരവധി ആളുകളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. നിങ്ങൾ എവിടുന്നാ? മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നാണ്. പെരിന്തൽമണ്ണ. പ്രതിഷേധത്തിലേക്ക് വരാനുള്ള കാരണം ഇന്നാണ് പ്രതിഷേധത്തിലേക്ക്? അതെ, ഇന്ന് പുലർച്ചെയാണ് ഇവിടെ എത്തിയത്. വിദ്യാർത്ഥികളാണ്? അതെ, പഠിത്തം ഇപ്പൊ കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ കാരണം? ഇവിടെ വന്നപ്പോ എന്താ? അതായത് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം മൊത്തത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു യൂത്ത് മുഴുവൻ ഇങ്ങനെ തെരുവിലിറങ്ങുമ്പോൾ നമ്മളും അതിലൊരു പങ്കാളിയാവണം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം നിലനിൽക്കണമെങ്കിൽ നമ്മളും അതിലൊരു ഭാഗവാക്കാണെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളെല്ലാവരും അവിടെ നടന്നു പോകുന്നത്. ഇവരും അവിടുന്ന് നടന്ന് നമ്മുടെ കൂടെ പോകുന്നവരാണ്. സന്തോഷം തോന്നുന്നത് ഇതിന് ഭാഗമാകാൻ പറ്റിയത്. പ്രതിഷേധത്തിലൊക്കെ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതെ. ചെറിയ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വലിയൊരു പ്രതിഷേധ സമരം ആദ്യമായിട്ട് കാണുന്നില്ല. ഇവിടെ വന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഊർജ്ജം തോന്നി. ഇതിൽ പങ്കെടുക്കാൻ വീണ്ടും തോന്നി. അതെ. രാജ്യതലസ്ഥാനത്തൊക്കെ നമ്മൾ ഇത്രയും വന്ന് സമരത്തിന് പോകുന്നതിന് ആദ്യമായിട്ടാണ്. നമ്മൾ സംസ്ഥാനം വിട്ട് പുറത്തു പോയി ഇത്രയും വലിയൊരു സമരത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്നൊരു വലിയൊരു ഇതാണ്. നമ്മൾ ഈ നാട്ടിലെ യുവത്വങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. നമ്മളും ഇതിന്റെ ഭാഗമാണ്, നമുക്കും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ സമരം നടക്കുന്നത്. അപ്പോൾ നമ്മളും അതിന്റെ ഭാഗമാവണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു മോഡ് ഓഫ് ഡ്യൂട്ടിയാണ്. അത് നമ്മൾ പങ്കാളികളാവുക തന്നെ വേണം. സാധാരണ നമ്മൾ ചങ്ങായിമാര് ട്രിപ്പ് അടിക്കാറുണ്ട്, ഡൽഹിയിലേക്കും കുളു മണാലിക്കൊക്കെ. ഇപ്പൊ ട്രിപ്പ് അടിച്ചാണ്ട് ഇങ്ങോട്ടാണ് വരുന്നത് പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ? അല്ല, നമ്മൾ നേരിട്ട് പ്രതിഷേധത്തിന് മാത്രമായിട്ട് ഇവിടെ വന്നതാണ്. അതായത് ഇത് നമ്മൾ വീഡിയോസിൽ ഇവിടുത്തെ കുട്ടികൾ മർദ്ദിക്കപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മൾ മാത്രം വീട്ടിലിരുന്ന് ഇവര് സമരത്തിലൂടെ നേടിയെടുക്കുന്നതിന്റെ ഒക്കെ ഒരു സുഖം മാത്രം നമുക്ക് കിട്ടുന്ന പോലെ ഒരു ഫീലാണല്ലോ. നമുക്ക് സ്വയം ഒരു റിഗ്രറ്റ് തോന്നി അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ. അതാണ് നമ്മൾ നേരെ കയറിയിട്ട് പോകുന്നത്. അല്ലല്ല, ഞങ്ങൾ ഇവിടുന്ന് വരുന്നു. ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിലവിലെ തീരുമാനം. നിലവിൽ 3 ദിവസം മുമ്പ് തന്നെ ട്രെയിനിൽ പുറപ്പെട്ടതാണ്. പക്ഷേ നീറ്റിന്റെ പ്രശ്നമേ നമ്മളെ നാട്ടിലെ കുട്ടികളെ ഒരുപാട് ബാധിച്ചാണല്ലോ. രാജ്യം മൊത്തം ബാധിച്ചാണ്. നമ്മുടെ നാട്ടിലെ മക്കളും അത് ഒരുപാട് പറയുന്നത് കേട്ടതാ. അവർക്ക് വേണ്ടി കൂടിയുള്ള ഒരു പോരാട്ടമാണല്ലോ ഇത്. തീർച്ചയായിട്ടും. ഈ നീറ്റ് മാത്രമല്ല, NTA നടത്തുന്ന മുഴുവൻ എക്സാമുകളും ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യവും NTA UGC എക്സാം ലീക്കായി അത് റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് നീറ്റ്, NTA തുടങ്ങിയ എല്ലാ എക്സാമുകളും CBSEയുടെ 12ാം ക്ലാസ് എക്സാമിന്റെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ളതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മുഴുവൻ വിദ്യാഭ്യാസ മേഖലയാണ് ഇപ്പോൾ നിലവിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പരിഹരിക്കപ്പെടണം. പ്രതിഷേധം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം രാജ്യത്തെ തകർന്ന വിദ്യാഭ്യാസ മേഖല പുനരുജ്ജീവിപ്പിക്കണം. അത് തകരാൻ കാരണമായവർക്കെതിരെ ശക്തമായുള്ള നടപടി സ്വീകരിക്കണം. അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മലയാളികളും ഈ പ്രതിഷേധത്തിൽ അണിചേരുന്ന കാഴ്ചയാണ്. മലപ്പുറത്തു നിന്നുള്ള പെരിന്തൽമണ്ണയിൽ നിന്നും പാണ്ടിക്കാടും ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്ന മലയാളികളെയാണ് നമ്മൾ കണ്ടത്. ആ നിലയിൽ തന്നെ ജന്തർ മന്ദിറിലെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.